ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു സ്കിൻ കെയർ വീഡിയോ ആണ്. നമ്മുടെ വീട്ടിൽ തന്നെയുള്ള നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് ഒക്കെ കൊണ്ടിട്ട് ഞാൻ ഒരു സ്കിൻ കെയർ ഒരു പാക്ക് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് പോകണം. ഇന്ന് സൺഡേ ഒരു ടൈം 11:30 ഒക്കെ ആവാൻ വേണ്ടിയിട്ട് പോകണം. ആക്ച്വലി എനിക്കിപ്പോൾ സൺഡേസിലൊക്കെ ഉണ്ട് കൂടുതൽ വീഡിയോസിന് വേണ്ടി കുറച്ച് ടൈം എഫേർട്ടൊക്കെ എടുക്കാൻ സമയം കിട്ടണത് തന്നെ. അപ്പോൾ എല്ലാത്ത ദിവസം ഞാൻ പാക്കൊക്കെ പ്രിപ്പയർ ചെയ്ത് അപ്ലൈ ചെയ്യാറുണ്ട്. പക്ഷേ വീഡിയോ ആയിട്ട് എടുക്കുമ്പോൾ കുറച്ചും കൂടെ കൂടുതൽ സമയം വേണമല്ലോ. പിന്നെ രാത്രിയൊക്കെ എടുക്കുമ്പോൾ അത്ര ക്ലിയർ ഒന്നും ആവില്ല. അപ്പോൾ ഇന്ന് ഞാൻ പാക്ക് ചെയ്യാൻ നേരത്തെ ഞാൻ വിചാരിച്ചു ഒരു വീഡിയോ ആയിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മുടെ പാക്കിൻ്റെ വൺ ഓഫ് ദ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് എന്താണെന്ന് വെച്ചാൽ ടെർമറിക് ആണ് കേട്ടോ. മഞ്ഞളാണ്. അപ്പോൾ മഞ്ഞൾ എല്ലാവർക്കും പിടിക്കണമെന്നില്ല. എൻ്റെ സ്കിന്നിന് മഞ്ഞൾ നന്നായിട്ട് സൂട്ട് ആവണ ഒന്നാണ്. സോ മഞ്ഞളാണ് വൺ ഓഫ് ദ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. അപ്പോൾ പിന്നെ അടുത്തത് എന്താണെന്ന് വെച്ചാൽ നവര അരിയാണ്. ഇത് നവര അരി ഉണക്കി പൊടിച്ചെടുത്തതാണ്. ഞാൻ തന്നെയാണ് ഇപ്പോൾ ഈ മഞ്ഞളും ഇതൊക്കെ ആണെങ്കിലും ഞാൻ തന്നെ വീട്ടിൽ കഴുകി ഉണക്കി പൊടിക്കാറുണ്ട്. എനിക്ക് അതാണ് കൂടുതൽ ഇഷ്ടം. നല്ലതും അത് തന്നെയാണ്, പുറത്തുനിന്ന് പാക്കറ്റിൽ നിന്ന് പൗഡേഴ്സ് മേടിക്കുന്നതിനെ കാട്ടി. അപ്പോൾ ഇത് രണ്ടും യൂസ് ചെയ്തിട്ടാണ് നമ്മുടെ ഇന്നത്തെ ഒരു പാക്ക്. നമ്മുടെ സ്കിന്ന് നല്ല ബ്രൈറ്റൻ ചെയ്യാനും ഡെഡ് സ്കിന്നൊക്കെ റിമൂവ് ചെയ്യാനും പിന്നെ അത് മാത്രം സ്കിന്നിന് നല്ലൊരു ഗ്ലോ ഒക്കെ കിട്ടാനും ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള ഒന്നാണ് നമ്മുടെ നവരയും അതേപോലെ മഞ്ഞൾ എങ്ങനെ തേച്ചാലും നല്ലതാണ്. ക്യുക്കുംബർ ജ്യൂസോ അല്ലെങ്കിൽ ടൊമാറ്റോ പ്യൂരിയോ അങ്ങനെ എന്ത് പൊട്ടിച്ച് തേച്ചാലും നല്ലതാണ്. അപ്പോൾ നമ്മൾ ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഇന്നത്തെ ഒരു പാക്ക്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ എന്തായാലും കാണാം. സോ നമ്മുടെ പാക്ക് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു വലിയ സ്പൂൺ നവര അരി പൊടിച്ചതാണ് കേട്ടോ വേണ്ടത്. പിന്നെ അതിലേക്ക് ഒരു സ്പൂൺ കസ്തൂരി മഞ്ഞൾ പൊടിച്ചത്, ചെറിയ സ്പൂണാണ്. പിന്നെ അതേപോലെ വലിയ സ്പൂൺ ഓട്സ് പൊടിച്ചത്, ഇത് മൂന്നുമാണ് കേട്ടോ വേണ്ടത്. ഇത് നമുക്ക് ഞാനിവിടെ പാലിലാണ് മിക്സ് ചെയ്യുന്നത്. പാലിൽ മിക്സ് ചെയ്യുമ്പോഴാണെങ്കിൽ കുറച്ചും കൂടെ എഫക്റ്റീവായിട്ട് തോന്നിയേക്കണം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് പാല് പറ്റാത്തവരാണെങ്കിൽ റോസ് വാട്ടറിലോ അല്ലെങ്കിൽ ടൊമാറ്റോ ജ്യൂസിലോ എന്ത് വേണമെങ്കിലും ചെയ്യുക. ചിലർക്ക് പാല് വരാൻ പിമ്പിൾസ് വരാൻ ചാൻസ് കൂടുതലാണ്. അപ്പം നമുക്ക് ഒരു പാക്കിൻ്റെ കൺസിസ്റ്റൻസി എല്ലാവർക്കും അറിയാമല്ലോ. ആ ഒരു കൺസിസ്റ്റൻസിയിൽ ഇങ്ങനെ എടുക്കുക. ഇതിങ്ങനെ ഇരിക്കും തോറും ഡ്രൈ ആയി പോകാൻ ചാൻസ് കൂടുതലാണ്. അപ്പം ഞാൻ അത്യാവശ്യം ഇത്രയും കട്ടിയിലാണ് നമ്മുടെ പാക്ക് എടുത്തിരിക്കുന്നത്. ഇനി നമുക്കിത് ഫേസിൽ ഇനി അപ്ലൈ ചെയ്ത് കൊടുക്കാം. സോ അപ്പോൾ നമ്മൾ പാക്ക് തേക്കുമ്പോൾ നല്ല കട്ടിക്ക് തന്നെ തേച്ച് കൊടുക്കാൻ ശ്രമിക്കുക. 2 കോട്ടൊക്കെ വെച്ചിട്ട് കട്ടിക്ക് തന്നെ തേച്ച് കൊടുക്കാം. നമുക്ക് എന്നിട്ട് ഈ പാക്ക് ഒന്ന് ഉണങ്ങണ വരെ ഒരു 15 മിനിറ്റോളം റെസ്റ്റ് ചെയ്തിട്ട് വേണം കേട്ടോ വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് ഒന്നിച്ചിരി ഉണങ്ങി കഴിയുമ്പോൾ നിങ്ങൾക്ക് എക്സ്ട്രാ പാലുണ്ടെങ്കിൽ ആ പാല് ഒന്നും കൂടെ ഈ പാക്ക് ഒന്ന് ഡ്രൈ ആയി പോകാൻ ചാൻസ് ഉള്ളതാണ്. ഒന്നും കൂടി ഇത്തിരിയും കൂടി ഇട്ടിട്ട് വീണ്ടും നമ്മുടെ മുഖത്തിട്ടിട്ട് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. അതായത് ഒന്ന് സ്ക്രബ് പോലെ ചെയ്ത് കൊടുക്കുക. വീക്ക്ലി വൺസ് ആണ് ഞാൻ ഇങ്ങനെ ഫേസിൽ സ്ക്രബിങ് ഒക്കെ ചെയ്യാറുള്ളൂ. അത് മതി, വൺസ് ചെയ്താൽ മതി. സ്ക്രബിങ് അധികം ചെയ്യണ കൊള്ളൂല. അപ്പോൾ ഇതിനെ ഒന്ന് ഡ്രൈ ആവട്ടെ. ഞാനെല്ലാം നന്നായിട്ട് അപ്ലൈ ചെയ്ത് കുറച്ച് കട്ടിക്ക് തന്നെയാണ്, കണ്ടില്ലേ, കുറച്ച് കട്ടിക്ക് തന്നെയായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തേക്കുന്നത്. ഇനി ഇതൊന്ന് ഡ്രൈ ആയി വരട്ടെ. പിന്നെ നമ്മുടെ ഫസ്റ്റ് കോട്ട് ഒന്ന് ഏകദേശം ഡ്രൈ ആയി തുടങ്ങിയപ്പോഴത്തേക്കും ഞാൻ സെക്കൻഡ് കോട്ടും കൂടെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ മൊത്തം ഒരു ഹാഫ് അവർ നമ്മൾ ഇതിങ്ങനെ വെക്കണം. എന്നിട്ട് ഒന്ന് ഡ്രൈ ആയി കഴിയുമ്പോഴാണ് നമുക്കിനി വാഷ് ചെയ്യേണ്ടത്. ഡ്രൈ ആവാൻ മീൻസ് നന്നായിട്ട് ഡ്രൈ ആവല്ല, നേരിയതായിട്ടൊന്ന് വലിഞ്ഞ് തുടങ്ങുമ്പോൾ തന്നെ നമുക്കിതിനി വാഷ് ചെയ്ത് കളയാം. സോ അപ്പം നമ്മുടെ പാക്കൊക്കെ ഏകദേശം ഒന്ന് ഡ്രൈ ആയി വന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറച്ചും കൂടെ മിൽക്ക് ആഡ് ചെയ്തിട്ട് ഒന്നിങ്ങനെ എന്താ പറയുക മസാജ് ചെയ്ത് കൊടുത്തു. അപ്പോൾ ഫസ്റ്റ് വെള്ളം എടുത്തിട്ട് 2 വെള്ളം എടുത്തിട്ട് ഒന്നിങ്ങനെ ഡിപ്പ് ചെയ്ത് കൊടുക്കണം മുഖത്ത്. എന്നിട്ട് വേണം ഒന്ന് ജെന്റ്ലി മസാജ് ചെയ്തിട്ട് വേണം വാഷ് ചെയ്യാൻ.
ഇനി വെള്ളം തൊട്ടിട്ട് നമുക്കിത് ഇങ്ങനെ സർക്കുലർ മോഷനിൽ മസാജ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ഫേസ് ഒക്കെ നന്നായിട്ട് വാഷ് ചെയ്ത് വന്നിട്ടുണ്ട്. കണ്ടോ, നല്ല റിസൾട്ട് നമുക്ക് കിട്ടും കേട്ടോ. കയ്യിലൊക്കെ ഇടണമെങ്കിലും നല്ല റിസൾട്ട് കിട്ടും. അപ്പോൾ വിസിബിൾ ആയിട്ടുള്ള റിസൾട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കുക. എന്ത് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കുക. അപ്പോൾ നമുക്ക് പുതിയ വീഡിയോ ഒക്കെ ആയിട്ട് കാണാം. അതുവരെ ബൈ.